പാലക്കാട് എലപ്പുള്ളി ബ്രൂവറി പദ്ധതി പ്രദേശത്ത് എത്തിയ മണ്ണുമാന്തി യന്ത്രം നാട്ടുകാർ തടഞ്ഞ അവിടെ പ്രശ്നങ്ങളുണ്ടായി. നമ്മൾ നേരത്തെ കണ്ടതാണ്. ബ്രൂവറിയുടെ നിർമ്മാണത്തിന്റെ തുടക്കം എന്ന് ആരോപിച്ചാണ് സമരസമിതിയുടെ ഈ പ്രതിഷേധം അവിടെ ഉള്ളത്. വിശദവിവരങ്ങളുമായി ഗോകുൽ വി എസ് ചേരുന്നു. ഗോകുൽ, പ്രതിഷേധം ശക്തമായി തന്നെ തുടരുകയാണോ? ഈ JCB പണി നിർത്തിവെച്ചിരിക്കുകയാണോ? പോലീസും അധികൃതരുമൊക്കെ സ്ഥലത്തെത്തിയോ? എന്തു പറയുന്നു അവർ? പണി ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുകയാണ്. ഇതിനിടയിൽ ഇവിടേക്ക് എത്തിയ കമ്പനി പ്രതിനിധിയോട് ഇവിടുത്തെ സമരസമിതിയിലെ BJP പ്രവർത്തകർ കയർക്കുകയും അവരെ കമ്പനി പ്രതിനിധിയെ വളയുകയും ചെയ്തു. അദ്ദേഹം ഇപ്പോൾ ഇവിടെ ഉണ്ട്. അദ്ദേഹത്തോട് നമുക്ക് പ്രതികരണം കൂടി തേടാവുന്നതാണ്. മാത്രമേ അവിടെ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ഒന്നാമത്തെ മാറ്റർ, നമുക്ക് അവിടെ കാട് വെട്ടിത്തെളിക്കണം. അത് കഴിഞ്ഞാലേ ഡിജിറ്റൽ സർവേ നടത്താൻ കഴിയുള്ളൂ. കാരണം കാർഡുണ്ടെങ്കിൽ ഡിജിറ്റൽ സർവേ നടക്കില്ല. നിങ്ങൾ ഇന്നത്തെ ജോലി നിർത്തിവെക്കുകയാണ്? അല്ല, അങ്ങോട്ട് മാറാൻ ആവശ്യപ്പെട്ടു, നമ്മൾ മാറുന്നു, അത്രേ ഉള്ളൂ. ജോലി നിർത്തിവെക്കുകയാണോ എന്ന് എനിക്കിപ്പോൾ പറയാൻ കഴിയില്ലല്ലോ. കാരണം ഇവിടെ എന്താണ് നിലപാടെന്നുള്ളത് പോലീസ് സ്റ്റേഷൻ അവർ പറഞ്ഞതിനനുസരിച്ചല്ലേ എനിക്ക് ചെയ്യാൻ കഴിയുള്ളൂ. ഞങ്ങൾ രേഖാമൂലം സർക്കാരിന്റെയും ആളുകൾക്കും ഒക്കെ അറിയിച്ച ശേഷമാണ് നമ്മൾ ഇതിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ പ്രവർത്തകർ മാറാൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങോട്ട് നമ്മളൊരു പ്രക്ഷോഭത്തിനല്ലല്ലോ വന്നത്. നമ്മളിവിടെ ഒരു സ്ഥാപനം നടത്താനും 100-600 പേർക്ക് ജോലി കൊടുക്കുന്ന ഒരു സ്ഥാപനം തുടങ്ങാനാണ് നമ്മൾ ഇവിടെ വന്നത്. അപ്പൊ നമ്മളിവിടെ വേറൊന്നും ചെയ്യാനല്ല നമ്മൾ വന്നത്. ഇന്ന് നിർമ്മാണം ഒന്നും ഇല്ല എന്നുള്ളതാണ്. ഇന്നല്ല, അടുത്ത 2 മാസത്തേക്ക് നിർമ്മാണമില്ല. നമ്മൾ ക്ലീൻ ചെയ്യണം, ഡിജിറ്റൽ സർവേ ചെയ്യണം, താലൂക്ക് സർവേ ചെയ്യണം, റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് സ്റ്റഡി നടത്തണം. അതിന് വേണ്ടിയിട്ടാണ് അതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ കോടതിയുടെ പരിഗണനയിലുണ്ടല്ലോ കേസ്. അപ്പൊ ആ സമയത്ത് ഇതൊക്കെ ചെയ്യാൻ കഴിയും? എന്തുകൊണ്ട് ചെയ്യാൻ കഴിയില്ല? കാരണം കോടതി എന്താ പരിഗണിച്ചിരിക്കുന്നത്? കോടതിയിൽ കൊടുത്തിരിക്കുന്നത് പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ആണ്, പൊതു താല്പര്യ ഹർജി. ഈ പൊതു താല്പര്യ ഹർജിയിൽ ഞങ്ങൾ ജലം ചൂഷണം ചെയ്യും എന്നാണ് അവരുടെ പ്രധാന വാദം. ഞങ്ങൾ ജലം ചൂഷണം ചെയ്യുന്നില്ല എന്നാണ് ഞങ്ങൾ കൃത്യമായിട്ട് എഴുതി കൊടുത്തിരിക്കുന്നത്. മനസ്സിലായില്ലേ? കോടതിയുടെ പരിഗണനയുള്ള പ്രധാന മേറ്റർ അതാണല്ലോ. നമ്മുടെ കാട് വെട്ടിത്തെളിക്കാൻ കോടതി പറഞ്ഞിട്ടുണ്ടോ? കാട് വെട്ടിത്തെളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ, കോടതി പറഞ്ഞിട്ടില്ലല്ലോ. ഈ ആളുകളുടെ ഒരു ആശങ്ക നിങ്ങൾക്ക് നീക്കേണ്ട ബാധ്യതയില്ലേ നിങ്ങളുടെ ഭാഗത്ത്? അല്ല, ഈ കമ്പനി എന്ന നിലയിൽ നമ്മൾ ജനങ്ങളുമായിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് പൊതുപ്രവർത്തകരല്ലല്ലോ. നമ്മൾ സർക്കാർ ഉദ്യോഗസ്ഥർ വഴി, നമ്മൾ അതിന്റെ വ്യവസ്ഥാപിത മാർഗത്തിലൂടെ ഏജൻസികൾ വഴിയാണല്ലോ, ഗവൺമെന്റ് സർക്കാർ സ്ഥാപനങ്ങൾ വഴിയാണല്ലോ നമ്മൾ ബന്ധപ്പെടുക. അല്ലാതെ എല്ലാ ആളുകളെയും എനിക്ക് പേഴ്സണലി വിളിച്ച് പറയാൻ കഴിയില്ലല്ലോ. ഇല്ലെങ്കിൽ അങ്ങനെ ജനങ്ങൾക്ക് ഒരു ആശങ്കയുള്ളത്. ഇപ്പോൾ നമ്മളെ എലപ്പുള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെ ഉണ്ട്, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുണ്ട്. അപ്പോൾ അവരൊക്കെ ആയിട്ട് ഈ വിഷയം സംസാരിച്ചിരുന്നു? ഇല്ല, ഇത് ഞാനല്ലല്ലോ സംസാരിക്കേണ്ടത്. കാരണം ഈ ഞങ്ങളുടെ എത്തനോൾ ബേസ്ഡ് പ്രൊജക്ടാണ് ഈ പ്രൊജക്ട് എന്ന് പറയുന്നത്. ഇത് കേന്ദ്ര സർക്കാർ അംഗീകരിച്ച പ്രൊജക്ട്. നാട്ടുകാരുടെ സമരസമിതിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ പ്രകടനം നടക്കുകയാണ്. എലപ്പുള്ളിയിൽ ബ്രൂവറി പ്ലാന്റ് വരാനിരിക്കുന്ന പ്രദേശത്ത് JCB കൊണ്ടുവന്ന് അവിടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയായിരുന്നു. അതിനെയാണ് നാട്ടുകാർ തടസ്സപ്പെടുത്തിയത്. പക്ഷേ ഹൈക്കോടതി കാട് വെട്ടിത്തെളിക്കാൻ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നു എന്നാണ് പറയുന്നത്. ജലചൂഷണം ഉണ്ട് എന്ന് നാട്ടുകാരുടെ സമരസമിതി പറയുമ്പോൾ ജലചൂഷണം ഇല്ല എന്നത് വ്യക്തമാക്കിയിട്ടുണ്ട് എന്ന് പറയുന്നു. പക്ഷേ ജലചൂഷണം ഇല്ല എങ്കിൽ ഏത് സ്രോതസ്സിൽ നിന്നാണ് ജലം ഉപയോഗിക്കുന്നത് എന്നത് വ്യക്തമാക്കാൻ, ഭൂഗർഭ ജല ചൂഷണം ഉണ്ടാകില്ല എന്നത് ജനങ്ങൾക്ക് ഉറപ്പ് കൊടുക്കാനൊക്കെ ബാധ്യസ്ഥരാണ് ഇവരും സർക്കാരും അടക്കം എന്നതാണ് സത്യം.